അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം വേണ്ടവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി കേൾക്കാവുന്നതാണ്. കൊട്ടാരത്തിൻ്റെ മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടപ്പോൾ ഇബ്നു സിയാദ് പുറത്തിറങ്ങി എല്ലാ ഗവർണറും പയറ്റുന്ന അടവുകൾ പയറ്റി നോക്കി. പക്ഷേ ജനങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രലോഭനങ്ങൾ തുടങ്ങി. അധികം വൈകാതെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ ചുറ്റുഭാഗവും ശൂന്യമായി. തൻ്റെ കൂടെയുണ്ടായിരുന്നവർ പിന്തിരിഞ്ഞുവെന്നും താൻ ചതിക്കുഴിയിൽ വീണിരിക്കുന്നു എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഒടുവിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു പിടിക്കപ്പെടുകയും കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. വധിച്ചു കളയാനായിരുന്നു രാജകൽപ്പന. ചതിയന്മാരായ ഒരു സമൂഹത്തിലേക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്നത് ആത്മഹത്യയാണെന്ന് മനസ്സിലാക്കിയ മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വരരുതെന്നും തിരിച്ചു പോകണമെന്നും കത്തെഴുതുകയും ആ സന്ദേശം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എത്തിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തു. സന്ദേശം ലഭിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. താൻ എവിടെ അഭയം തേടിയാലും ശത്രുക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെടുമെന്ന പ്രവാചക വചനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. 72 പേരോടൊപ്പം യാത്ര ആരംഭിച്ചു. യാത്ര ഇപ്പോൾ ഭൂഷണമല്ലെന്ന് പലരും പറഞ്ഞു നോക്കിയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്നത് ഭീരുവിൻ്റെ അടയാളമാണെന്ന തത്വം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നുവല്ലോ അദ്ദേഹം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘം കൂഫ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. യുദ്ധത്തിന് തയ്യാറായി ഒരു സംഘം വരുന്നുവെന്ന് മനസ്സിലാക്കിയ ഇബ്നു സിയാദ് വൻ സൈനിക സന്നാഹങ്ങളോടെ കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ വീക്ഷിച്ചു വരാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച അബ്ദുള്ള, ഖൈസ് എന്നീ ദൂതന്മാർ ഇബ്നു സിയാദിൻ്റെ വലയിൽ കുടുങ്ങി. അബ്ദുള്ളയെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞു കൊല്ലുകയും ഖൈസിനെ വധിച്ചു കളയുകയും ചെയ്തു. കൂഫയിലേക്ക് വരരുതെന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു അയച്ച സന്ദേശവും ദൂതന്മാർ വധിക്കപ്പെട്ടതും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന പലരുടെയും മനസ്സിൽ പേടിയുണ്ടാക്കുകയും പലരും പിന്തിരിയുകയും ചെയ്തു. എങ്കിലും മക്കക്കാരായ ഏതാനും പേർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് നെഞ്ചും വിരിച്ച് ശക്തി പകർന്നു. വഴിയിൽ വെച്ച് കൊഴിഞ്ഞു പോയവരെക്കുറിച്ച് ആവലാതിപ്പെടാതെ അവർ കൂഫയിലേക്കുള്ള യാത്ര തുടർന്നു. മുഹറം മാസം 7-ന് സംഘം കർബലയിൽ വെച്ച് ഇബ്നു സിയാദിൻ്റെ സൈന്യത്തെ കണ്ടുമുട്ടി. ഇബ്നു സിയാദ് കർബലയിൽ എല്ലാം സംവിധാനിച്ചിരുന്നു. നദിയിൽ ഒരു സംഘത്തെ കാവൽ നിർത്തുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തെ നേരിടാൻ ശക്തരായ 2 നേതാക്കളെയും വിന്യസിച്ചിട്ടായിരുന്നു ഇബ്നു സിയാദിൻ്റെ യുദ്ധപ്പുറപ്പാട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ നിയോഗിച്ച സംഘത്തലവനായിരുന്നു ഹിജ്ർ ബിനു സിയാദും ഉമർ ബിനു സഅദ് ബിനു അബി വഖാസും യുദ്ധത്തിന് താൽപ്പര്യം കാണിച്ചില്ല. പകരം അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് സൗഹൃദ സംഭാഷണത്തിലേർപ്പെടുകയാണുണ്ടായത്. പക്ഷേ അപ്പോഴേക്കും പിന്നിൽ നിന്ന് വന്ന അമ്പുകൾ യുദ്ധത്തിന് തുടക്കം കുറിക്കുകയുണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘത്തിനും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതിരിക്കാനായി ഇബ്നു സിയാദ് അംർ ബിൻ ഹജ്ജാജിൻ്റെ നേതൃത്വത്തിൽ 500 പടയാളികളെ നദിക്കരയിൽ വിന്യസിച്ചിരുന്നു. അന്നേരം ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹുസൈൻ, വെള്ളം കാണുന്നില്ലേ? എന്നാൽ അതിൽ നിന്നൊരു തുള്ളി പോലും നിങ്ങൾക്ക് രുചിക്കാനാകില്ല. ദാഹിച്ച് മരിക്കുകയാണ് നിങ്ങളുടെ വിധി. ഇത് കേട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ആ മനുഷ്യനെ നീ ദാഹാർത്തനായി മരിപ്പിക്കണേ. പ്രാർത്ഥന പോലെ തന്നെ ആ മനുഷ്യനെ അല്ലാഹു തആല ദാഹം കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയും ദാഹിച്ച് മരിപ്പിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം. യുദ്ധത്തിന് കർബല സാക്ഷിയായിരിക്കെ ഒരു ദിവസത്തെ സാവകാശം വേണമെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. എന്നാൽ യസീദിന് ബൈഅത്ത് ചെയ്യാത്ത പക്ഷം യുദ്ധം ആരംഭിക്കാനായിരുന്നു ഇബ്നു സിയാദിൻ്റെ പ്രഖ്യാപനം. ചെറിയൊരു ഇടവേളയിൽ ഇബ്നു സിയാദിൻ്റെ സൈനിക തലവനായിരുന്ന ഖുറു ബിൻ യസീദും 30 പേരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തേക്ക് കൂറുമാറി. പക്ഷേ 1000-ഓളം പേരുണ്ടായിരുന്ന സൈന്യത്തോടൊപ്പം ഇബ്നു സിയാദ് ആക്രമണം തുടരുക തന്നെ ചെയ്തു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തൻ്റെ കൂടെയുണ്ടായിരുന്ന ഏതാനും പോരാളികളെ ഉപയോഗിച്ച് എല്ലാവിധ സജ്ജീകരണങ്ങളും ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തി. മുഹറം 10-ന് കർബലയുടെ മണൽത്തീരം യുദ്ധക്കളമായി മാറി. പോരാട്ടം ശക്തമായി. പൊടിപടലങ്ങൾ കൊണ്ട് യുദ്ധക്കളം വീർപ്പുമുട്ടി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒന്നും സംഭവിക്കാതിരിക്കാനായി അദ്ദേഹത്തെ ഒരു ടെൻറ്റിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. കൂടെയുള്ളവരിൽ പലരും വധിക്കപ്പെട്ടതോടെ അദ്ദേഹം എതിർപ്പുകളെ വകവെക്കാതെ പടക്കളത്തിലിറങ്ങി. ഇത് കണ്ട് ഷമീർ ബിൻ ദുൽഗുജിൻ എന്ന ആൾ തൻ്റെ കൂടെയുള്ള സൈന്യത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു. അധികം വൈകാതെ ആ വിശുദ്ധ ശരീരം ഭൂമിയിൽ ചേതനമറ്റ് വീണു. സിനാൻ ബിൻ അനസ് എന്നയാളായിരുന്നു ആ കൊടും ക്രൂരത ചെയ്തത്. ഹിജ്റ 61 മുഹറം 10-നായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ ആ കറുത്ത അധ്യായം അരങ്ങേറിയത്.
യുദ്ധക്കളത്തിൽ അവശേഷിച്ച നബി കുടുംബത്തിലെ അംഗങ്ങളോടും സൈനുൽ ആബിദീൻ തങ്ങളോടും മാന്യമായ രീതിയിലായിരുന്നു എതിരാളികൾ പെരുമാറിയത്. കുറ്റം മുഴുവൻ ഇബ്നു സിയാദിനെ ചുമത്തി ബാക്കിയായവരെ സമാധാനത്തോടെ മടക്കി അയക്കാനായിരുന്നു യസീദിൻ്റെ തീരുമാനം. യുദ്ധത്തടവുകാരെ പോലെ യസീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട നബി കുടുംബത്തെ ജനങ്ങൾ പൊട്ടിക്കരഞ്ഞു. ഓരോ മുഹറവും ഇന്നും ആ കറുത്ത ദിനങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കർബലയിൽ വധിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു. ഒരിക്കൽ ആയിഷ ബീവിയുടെ അടുത്തേക്ക് കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ മകൻ, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്ന മണ്ണും കാണിച്ചു തരാം. എന്നിട്ട് മലക്ക് എനിക്കൊരു ചുവന്ന മണ്ണ് കാണിച്ചു തന്നു. ഈ മണ്ണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മണ്ണ് നീ ഒരു പാത്രത്തിൽ വെക്കുക. അത് രക്തക്കട്ടയായി മാറിയാൽ നീ അറിയുക എൻ്റെ കുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ രക്തസാക്ഷിയായപ്പോൾ അത് രക്തക്കട്ടയാവുകയും അന്ന് രാത്രി ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു. അന്ന് തങ്ങളുടെ തലയിലും താടിയിലും മണ്ണ് പുരണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് കൂടെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടെയും കർബലയിൽ ഷഹീദായ എല്ലാ സ്വഹാബാക്കളോട് കൂടെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.